ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവരെയും കാണുന്നതിൽ വളരെ സന്തോഷം. നമുക്ക് ശങ്കരസ്തോത്ര തരംഗിണിയിലെ 105 ദിവസമായ ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ ഷഡ്പദി സ്തോത്രം 11 ദിവസമാണ്. ആദ്യം ഒന്ന് പാരായണം ചെയ്തിട്ട് വേഗം വിഷയത്തിലേക്ക് കടക്കാം. ഓം അവിനയമപനയ വിഷ്ണോ ദമയ മനഃ ശമയ വിഷയ മൃഗതൃഷ്ണ ഭൂതദയാം വിസ്താരയ താരയ സംസാരസാഗരതഃ ദിവ്യധുനീ മകരന്ദേ പരിമള പരിഭോഗ സച്ചിദാനന്ദേ ശ്രീപതി പദാരവിന്ദേ ഭവഭയഖേദച്ഛിദേ വന്ദേ. സത്യപിഭേതാപഗമേ നാഥ തവാഹം നമാമകീനസ്ത്വം സാമുദ്രോ ഹി തരംഗഃ ക്വചന സമുദ്രോ ന താരംഗഃ. ഉദ്ധൃത നഗ നഗഭിധനുജ ധനുജ കുലാമിത്ര മിത്ര ശശി ദൃഷ്ടേ ദൃഷ്ടേ ഭവതി പ്രഭവതി ന ഭവതി കിം ഭവതിരസ്കാരഃ. ദാമോദര ഗുണമന്ദിര സുന്ദര വദനാരവിന്ദ ഗോവിന്ദ ഭവജലധി മദന മന്ദര പരമന്ദരമപനയത്വം മേ. നാരായണ കരുണാമയ ശരണം കരവാണി താവകൗ ചരണൗ ഇതി ഷഡ്പദീ മദീയേ വദന സരോജേ സദാ വസതു. നാരായണ കരുണാമയ ശരണം കരവാണി താവകൗ ചരണൗ ഇതി ഷഡ്പദീ മദീയേ വദന സരോജേ സദാ വസതു. ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം പ്രാർത്ഥനാ ഷഡ്പദി സ്തോത്രം സമ്പൂർണം. ഹരി ഓം.
എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം, നല്ല നമസ്കാരം. അതിമനോഹരമായിട്ടുള്ള പ്രാർത്ഥനാ ഷഡ്പദിയുടെ 4 ശ്ലോകങ്ങളാണ് ഇത്രയും ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ഓരോ പദങ്ങളും എത്ര അർത്ഥഗർഭങ്ങളായിരുന്നു. അതിൽ കുറച്ച് നമ്മളൊന്ന് രുചിച്ച് നോക്കിയതാണ്, അല്പമെങ്കിലും ആസ്വദിച്ചിട്ട് പോണ്ടേ എന്ന് കരുതിയിട്ട്. ഇനിയും വേണമെങ്കിൽ അത് എത്ര വേണമെങ്കിൽ പരത്താം, ആവശ്യത്തിനുള്ളതായി. അതുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം, അല്ലേ? അപ്പം 4-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ 4 പ്രധാന നാമങ്ങൾ പറഞ്ഞ് ഭഗവാന്റെ 4 ലീലകളെ ഓർമ്മിപ്പിച്ചു. പർവ്വതോദ്ധാരണം എന്ന ലീലയെയും ഇന്ദ്രാനുജനായി വാമനനായി അവതരിച്ച് മഹാബലിക്ക് ജ്ഞാനം നൽകി ഇന്ദ്രന് ലോകങ്ങളെ വീണ്ടെടുത്തു കൊടുത്ത ആ നഗഭിത് അനുജ എന്നും, അതുപോലെ അസുരവംശത്തിന് മുഴുവൻ ശത്രുവായിരിക്കുന്നവൻ ധനുജകുല അമിത്ര എന്നും, മിത്ര ശശി ദൃഷ്ടേ സൂര്യചന്ദ്രന്മാരാകുന്ന കണ്ണുകളോടുകൂടിയവനെ എന്ന് പറഞ്ഞാൽ കാലം ഭഗവാന്റെ കൺട്രോളിലാണ് എന്നർത്ഥം. എന്നാൽ ആ ഒരു ആസ്പെക്ട് പറഞ്ഞില്ല. സൂര്യനും ചന്ദ്രനും ഭഗവാന്റെ കണ്ണുകൾ എന്ന് പറയുമ്പോൾ രാവും പകലും ഭഗവാന്റെ കണ്ണുകൾ തന്നെയാണ്. എന്ന് വെച്ചാൽ കാലം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഭഗവാനാണ് കാലത്തിൻ്റെ നിയന്താവ്. ഭഗവാൻ ഗീതയിലെ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്ത് അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു, അങ്ങ് ആരാണ്? അങ്ങേ കണ്ടിട്ട് എനിക്ക് ഭയമാകുന്നു, അങ്ങേ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ അങ്ങ് ആരാണ് എന്നുള്ള അങ്ങയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധഃ കാലഃ ലോകക്ഷയകൃത് കാലഃ അഹമസ്മി. ലോകത്തെ മുഴുവൻ ക്ഷയിപ്പിക്കാനുള്ള ശക്തിയായ കാലം, പ്രവൃദ്ധനായ കാലം. പ്രവൃദ്ധൻ എന്നാൽ പ്രകർഷേണ ശക്തിയുള്ളവൻ, പ്രബലനായിട്ടുള്ളവൻ. ആ കാലത്തെ എതിരിടാൻ ആർക്കുമാവില്ല, ഒരാൾക്കുമാവില്ല. കാലത്തെ ജയിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. എല്ലാവരും ഈ ഭൂമിയിൽ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളവരൊക്കെ കാല അധീനരാണ്, കാല അതീതന്മാരില്ല. എന്നാൽ ഭഗവാൻ മാത്രമാണ് കാലാതീതനും കാലസ്വരൂപനും. ഭഗവാൻ തൻ്റെ പ്രപഞ്ച നാടകം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ രംഗമായിട്ടാണ് കാലത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്, അല്ലേ? ടൈമും സ്പേസും ഇല്ലാതെ ഏതെങ്കിലും നാടകം നടക്കുമോ എന്ന് വെച്ചാൽ, എന്തെങ്കിലും ആക്ടിവിറ്റി നടക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ടൈം ആൻഡ് സ്പേസ് ആണ്. നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് കേട്ടാലും ഉടനെ ചോദിക്കുക എപ്പോ, എവിടെ. നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ചോദ്യം അതാണ്, എപ്പോ, എവിടെ. അപ്പൊ എന്തെങ്കിലും ഒരു പൊട്ട കഥ പറയണമെങ്കിൽ പോലും ആദ്യം കാലത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങണം. നമ്മൾ കുട്ടികളോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമ്മളോട് അങ്ങനെയാ പറഞ്ഞത്, പണ്ട് പണ്ട് പണ്ടൊരിക്കൽ. അപ്പൊ നമ്മുടെ മനസ്സിനെ തൽക്കാലം ഒന്ന് ശമിപ്പിച്ചു. പണ്ട്. അപ്പൊ നമ്മളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരുപാട് കാലം മുമ്പ്, എന്തായാലും കാലത്തിനകത്താണ് എന്ന് വന്നു. ആ കാലം എന്നുള്ള ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് ഈ സംഭവത്തെ കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ആശ്വാസമായി, ഓ കാലത്തിനകത്ത്, ശരി. അല്ലാതെ കാലത്തിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ മനസ്സിന്റെ ഒരു വല്ലാത്തൊരു സങ്കുചിത അവസ്ഥയാണത്. ടൈം ആൻഡ് സ്പേസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ്. ഈ ഹ്യൂമൻ മൈൻഡിന് ടൈമും സ്പേസും ഇല്ലാതെ ഒന്നിനെയും ചിന്തിക്കാനാവില്ല. അപ്പൊ ഈ പ്രപഞ്ച നാടകം നടക്കുമ്പോൾ അതിൽ ആദ്യം ഭഗവാൻ അവതരിപ്പിച്ചത് തന്നെ കാലത്തെയാണ്. കാലം ഉണ്ടെങ്കിലേ ഉൽപ്പത്തിയുള്ളൂ, അല്ലേ? ഇപ്പോൾ ഒരു ഗർഭത്തിനകത്തേക്ക് ഒരു ശിശു ബീജരൂപത്തിൽ പ്രവേശിച്ചാലും അത് പുറത്തേക്ക് വരണമെങ്കിൽ എന്ത് വേണം? അതിനൊരു കാലമുണ്ട്. 10 മാസം ഉള്ളിൽ കിടക്കണം. ഒരു മുട്ട വിരിയാൻ അത് ഏത് മുട്ടയാണ് അതിനനുസരിച്ച്, അല്ലേ? കോഴിമുട്ടയാണെങ്കിൽ 21 ദിവസം എന്തൊക്കെയാണ്. വേറെ ചില മുട്ടകൾ ദിവസങ്ങളോളം കിടക്കണം. അപ്പോൾ ആ കാലം കാത്തിരുന്നേ മതിയാവും. അപ്പൊ ഏത് സൃഷ്ടിക്കും ഒരു കാലക്രമം ഉണ്ട്, കാലാതീതമായിട്ടിവിടെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഈ പ്രപഞ്ചം ഉൽപ്പന്നമാകുന്നതും ഒരു കാലത്താണ്. അതില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അതുകൊണ്ട് അനുമാനിക്കുന്നു. അത് ആരംഭിച്ച മുതൽ കാലം ആരംഭിച്ചു. അതിനു മുമ്പുള്ള കാലത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല.
കാലഗണന ചെയ്യാൻ അവിടെ ഉപാധികളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കാലത്തെ അളക്കുന്നത് സൂര്യനെയും ചന്ദ്രനെയും അതുപോലെയുള്ള ഘടകങ്ങളെയും വെച്ചിട്ടാണ്. സൂര്യനെയും ഇല്ലാത്തപ്പോൾ എങ്ങനെ കാലത്തെ അളക്കാൻ പറ്റും? സൂര്യനാണ് ദിനരാത്രങ്ങളെ ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പൊ ആ ദിനരാത്രങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ ദിവസങ്ങൾ എണ്ണി 30 ദിവസമാവുമ്പോൾ ഒരു മാസം, അല്ലെങ്കിൽ ഒരു 7 ദിവസമാവുമ്പോൾ ഒരാഴ്ച, 6 മാസമാവുമ്പോൾ ഒരു അയനം, 12 മാസമാവുമ്പോൾ ഒരു വർഷം, അങ്ങനെയുള്ള വർഷങ്ങൾ കൂടുമ്പോൾ യുഗങ്ങളും മന്വന്തരങ്ങളും ഒക്കെ നമ്മൾ കണക്കാക്കുന്നത് സൂര്യനും ചന്ദ്രനും ഉള്ളപ്പോഴേ കണക്കാക്കാൻ പറ്റുള്ളൂ. സൂര്യനും ചന്ദ്രനും ഇല്ലാത്ത ശുദ്ധശൂന്യതയിൽ കാലത്തിൻ്റെ അനുഭവമില്ല, അളവുകളില്ല. സംപൂജ്യ സ്വാമിജിക്ക് പ്രണാമം. സ്വാമിജി മിക്കവാറും ദിവസം വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. വളരെ സന്തോഷം സ്വാമിജി. സ്വാമിജി അവിടെ വന്ന് കാണുന്നുണ്ട്, കല്യാണിൽ വരുന്നുണ്ട് ഞാൻ. സന്തോഷം സ്വാമിജി. മിക്കവാറും ദിവസം വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഹരി ഓം നാരായണ. നമ്മുടെ ഗുരുപരമ്പരകളുടെയൊക്കെ അനുഗ്രഹമായിട്ടാണ് ഇങ്ങനെയുള്ള മഹാത്മാക്കൾ വരുന്നതിനെ നമ്മൾ കാണുന്നത്. നാരായണ, സന്തോഷമായി. നമ്മൾക്ക് ഉറക്കത്തിൽ കാലത്തിൻ്റെ അനുഭവം ഉണ്ടോ? ഉറക്കത്തിൽ നമുക്ക് കാലത്തിൻ്റെ അനുഭവമേ ഇല്ല. നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് എത്ര സമയമായി എന്നാണ്. ഞാൻ എത്ര നേരം ഉറങ്ങി എന്നുള്ളത് അറിയണമെങ്കിൽ വാച്ച് നോക്കണം ഉടനെ. ഉണർന്നിട്ട് നോക്കുമ്പോഴാണ് അറിയുന്നത്, അയ്യോ നേരം ഇത്ര വൈകിയോ, ഇത്രയും നേരം ഞാൻ ഉറങ്ങിയോ എന്ന് നമ്മൾ അറിയുന്നത്. ചിലപ്പോൾ വളരെ ചുരുങ്ങിയ സമയം നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഉണർന്നു നോക്കുമ്പോൾ നേരം ഒന്നും ആയിട്ടില്ല. രാത്രി 10 മണിക്ക് കിടന്നു, എന്തോ ഒരു അസ്വസ്ഥത കൊണ്ട് 11 മണിക്ക് തന്നെ ഉണർന്നു. നേരം പുലർന്നുവോ എന്ന് നോക്കുകയാണ് വാച്ചിലേക്ക്. നോക്കുമ്പോൾ 11 മണിയായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വല്ല അറിവുണ്ടോ അവിടെ ഉറക്കത്തിൽ? അതുപോലെയാണ് പ്രളയകാലത്ത് കാലത്തിൻ്റെ അനുഭവമില്ല. കാരണം കാലത്തെ അളക്കാനുള്ള ഉപകരണങ്ങളൊന്നും അവിടെ ഇല്ല. സൂര്യചന്ദ്രന്മാരോ അതുപോലെയുള്ള പ്രതിഭാസങ്ങളോ ഒന്നുമില്ല. അപ്പൊ സൃഷ്ടി ആരംഭിക്കുമ്പോൾ ആദ്യം വേണ്ടത് കാലം എന്ന ആസ്പെക്റ്റാണ്. അതുകൊണ്ട് ഭഗവാനിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്നത് കാലം എന്നൊരു ത്രെഡാണ്. മറ്റൊരു ത്രെഡാണ് ദേശം. അങ്ങനെ കാലം, ദേശം ഇത് രണ്ടും ഇല്ലെങ്കിൽ ഈ പടം യോജിക്കില്ല. ഏത് പടം? ഈ സൃഷ്ടി എന്നതായിട്ടുള്ള വസ്ത്രം. സൃഷ്ടി ഒരു സ്ക്രീനാണ്, ഒരു വസ്ത്രമാണ്. കാലദേശങ്ങളാകുന്ന ത്രെഡിൽ ആ ത്രെഡുകൾ ഓതപ്രോത രൂപത്തിൽ കോർത്ത് അതിൽ വരച്ച ചിത്രമാണ് ഈ മായാജാലം, ഈ സൃഷ്ടി. അപ്പൊ കാലവും ദേശവും ഇല്ലാതെ ഒന്നും ചിന്തിക്കാനാവില്ല. ആ കാലം ഭഗവാന് അധീനമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് സൂര്യ ചന്ദ്രന്മാർ ഭഗവാന്റെ കണ്ണുകളാകുന്നു, രാവും പകലും ഭഗവാന്റെ കണ്ണുകളാകുന്നു എന്ന് പറയുന്നതിലൂടെ. അപ്പൊ കാലസ്വരൂപനായ, കാലനാഥനായ, കാലാതീതനായ ആ ഭഗവാനെ നമ്മൾ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും ഭവതിരസ്കാരഃ ഭവതി. ന ഭവതി കിം ഭവതിരസ്കാരഃ എന്നാണ് ചോദ്യം. സംസാരത്തിന്റെ തിരസ്കാരം ഭവിക്കില്ലേ അങ്ങയെപ്പോലെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ? അല്ലെ, നമ്മുടെ പച്ച മലയാളത്തില് ശബരിമലയ്ക്ക് പോകുന്ന കുട്ടികൾ പോലും പറയും, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും എന്ന്. അത് തന്നെയാണിത്. ഇത് വളരെ മനോഹരമായി പറഞ്ഞു, കുട്ടികൾ ലളിതമായി പറഞ്ഞു, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. ഇവിടെ ഈ ഭഗവത് സ്വാമിയെ, ഈ ശ്രീകൃഷ്ണ സ്വാമിയെ, ഈ വിഷ്ണു സ്വാമിയെ നമ്മൾ യഥാർത്ഥ രീതിയിൽ കണ്ടാൽ, കാണേണ്ട രീതിയിൽ കണ്ടാൽ, ഭഗവാന്റെ തത്വം അറിഞ്ഞു കണ്ടാൽ തീർച്ചയായിട്ടും നമ്മൾ മുക്തരാകും. അപ്പൊ ആ ഭഗവാനാകുന്ന ആധാരത്തിലാണ് ഈ ലോക നാടകം നടക്കുന്നത്, ഈ പ്രപഞ്ച നാടകം നടക്കുന്നത്. നമ്മളൊക്കെ ഭഗവാൻ ആ നാടകത്തിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഓരോരോ കരുക്കൾ, കളിപ്പാട്ടങ്ങൾ, ഭഗവാന്റെ ആ സോളിറ്റയർ ഗെയിമിലെ ഓരോരോ എന്താ പറയുക ചീട്ടുകൾ, നമ്മൾ അല്ലേ 54 ചീട്ടുകളുള്ള കെട്ടിൽ നിന്നാണ് ചീട്ട് കളിക്കുക, അല്ലേ? അതുകൊണ്ട് പല കളികളും കളിക്കാം.
അപ്പോൾ അതിലൊരു കളിയാണ് സോളിറ്റയർ എന്ന് പറഞ്ഞിട്ടൊരു കളിയുണ്ട്. ഒറ്റയ്ക്ക് ഒരാൾക്ക് കളിക്കാവുന്ന കളി. ഇപ്പോൾ കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെ കിട്ടും. നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അതുപോലൊരു കളിയാണ് ഇവിടെ ഭഗവാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോളിറ്റയർ, ഒറ്റയ്ക്കിരുന്ന് കളിക്കുക. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ആ ഒരു ബാലം മുകുന്ദൻ എന്നതായിട്ടുള്ള സങ്കല്പത്തിന് ഒരുപാട് തത്വം ഉണ്ട്. മാർക്കണ്ഡേയ മഹർഷി പ്രളയകാലത്ത് കണ്ട ഭഗവാന്റെ രൂപമാണ്. ആ ഭഗവാന്റെ രൂപത്തിന് എന്താ പേര്? മുകുന്ദൻ എന്നാണ്. മുകുന്ദൻ എന്നാൽ മുക്തിയെ ദാനം ചെയ്യുന്നവൻ. മുകുന്ദദാദീതി മുകുന്ദഃ, മുക്തിയെ ദാനം ചെയ്യുന്നവനാണ് മുകുന്ദൻ. ആ മുകുന്ദന്റെ ചിത്രം എങ്ങനെ? കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം. ഭഗവാന്റെ കരം ആകുന്ന അരവിന്ദേന, കയ്യാകുന്ന താമര കൊണ്ട്, പദമാകുന്ന അരവിന്ദത്തെ, കാലാകുന്ന താമരയെ, മുഖമാകുന്ന വായാകുന്ന അരവിന്ദത്തിലേക്ക് ചേർത്ത് വെച്ച് വടസ്യ പത്രസ്യ പുടേ ശയാനം, ആ ആലിലയിൽ ശയിക്കുന്നതായിട്ടുള്ള ആലില കണ്ണൻ. പ്രളയ ജലത്തിന്റെ മുകളിലാണ് ആ ആലില കിടക്കുന്നത്, അല്ലേ? മാർക്കണ്ഡേയ മഹർഷി എന്താ പറയുക, മായ കാണണം എന്ന് നരനാരായണ മഹർഷിമാരോട് അഭ്യർത്ഥിച്ചതായിട്ടുള്ള സമയത്ത് അവർ അനുഗ്രഹിച്ചിട്ട് പോയി. നരനാരായണ മഹർഷിമാർ പോയ ഉടനെ തപസ് ചെയ്തിരുന്ന, തുംഗഭദ്രാ നദീതീരത്ത് തപസ് ചെയ്തിരുന്നതായിട്ടുള്ള ആ മാർക്കണ്ഡേയ മഹർഷി പെട്ടെന്ന് ഏതോ ഒരു ലോകത്തേക്ക് പോയി. അതുതന്നെയായിരുന്നു അദ്ദേഹം അനുഭവിച്ച മായ. പെട്ടെന്ന് എല്ലാം ആകാശം കറുത്ത് ഇരുണ്ട് കാർമേഘങ്ങളെ കൊണ്ട് നിറഞ്ഞ്, പ്രളയകാല മേഘങ്ങൾ വന്നു നിറഞ്ഞ്, പെട്ടെന്ന് വലിയ പേമാരിയും തുമ്പിക്കൈ വണ്ണത്തിലുള്ള ജലധാരയും ഒക്കെ ആയിട്ട് മഴ കൊണ്ട് ലോകം മുഴുവൻ വെള്ളത്തിൽ അണ്ടു, എല്ലാം അലിഞ്ഞ് ചേർന്ന് സൃഷ്ടിയെല്ലാം പ്രളയത്തെ പ്രാപിച്ചതായിട്ടൊരവസ്ഥയിലേക്ക് അദ്ദേഹം പോകുന്നു. അങ്ങനെ അദ്ദേഹം ആ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നു. സ്വയം മാർക്കണ്ഡേയ മഹർഷി വെള്ളത്തിൽ മുങ്ങും പൊങ്ങും ചെയ്യുന്നു. എല്ലാ ജീവജാലങ്ങളും ആ വെള്ളത്തിൽ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ താനും ആ ഒലിച്ചു പോകുന്ന വെള്ളത്തിൽ പോവുകയാണ്. പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ അവസാനം ഇതാ ദൂരെ ഈ ഒരു ശിശുവിനെ കണ്ടു. ഈ ഒരു ഞാന്ന് കിടക്കുന്നതായിട്ടുള്ള ഒരു ആലിൻ്റെ ഇലയിൽ, വെള്ളത്തിലേക്ക് ഞാന്ന് കിടക്കുന്ന ആലിൻ്റെ ഇലയിൽ കിടക്കുന്ന ഒരു ശിശു. ആ ശിശുവിനെ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ വളരെ കൗതുകവും അരുമയും തോന്നി. ചെന്ന് ആലിംഗനം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ആ വെള്ളത്തിൻ്റെ ഒഴുക്കോടുകൂടി പോയപ്പോൾ എന്താ ഉണ്ടായത്? ആ വെള്ളം മുഴുവൻ ആ ശിശുവിൻ്റെ വായിലേക്കാ പോകുന്നത്. വളരെ വേഗത്തിൽ ശിശുവിൻ്റെ വായിലേക്ക് എല്ലാം കൂടി പോകുന്നു. കൂട്ടത്തിൽ താനും പോയി. ആ ശിശുവിൻ്റെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ കൂടെയും ഒക്കെ ആയിട്ട് ഉള്ളിലേക്ക് പോയി. അവിടെ പോയപ്പോഴോ ശിശുവിൻ്റെ ഉദരത്തിൽ ചെന്നപ്പോണ്ട് ലോകം മുഴുവൻ അവിടെയുണ്ട്. ആ പ്രളയത്തില് ലോകത്തെ മുഴുവൻ തൻ്റെ ഉദരത്തിലാക്കി വെച്ചിരിക്കുന്നു ഭഗവാൻ. ആശ്ചര്യപ്പെട്ടു, ഈ കൊച്ചു ശിശുവിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ ലോകമോ എന്ന്. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴേക്കും ശ്വാസം പുറത്തേക്ക് വിട്ടപ്പോൾ മൂക്കിലൂടെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ പുറം മുഴുവൻ ജലാശയം. ഈ ശിശു ഇങ്ങനെ കിടക്കുന്നു. വീണ്ടും ശിശു ശ്വാസം ഉള്ളിലേക്ക് വലിച്ചപ്പോൾ മൂക്കിലൂടെ ഉള്ളിലേക്ക് തന്നെ പോയി. അങ്ങനെ പല പ്രാവശ്യം ഉള്ളിലേക്കും പുറത്തേക്കും ഇട്ട് ഷട്ടിൽ അടുപ്പിച്ചു മാർക്കണ്ഡേയ മഹർഷിയെ ഭഗവാൻ. എന്ത് കാണിച്ചു കൊടുത്തു? ഈ പുറത്തുള്ള ലോകവും ഈ അകത്തുള്ള ലോകവും ഒക്കെ എന്നിലാണ്. ഞാനാണ് ഇതിൻ്റെ മുഴുവൻ ആശ്രയമായിരിക്കുന്നത്, ആധാരമായിരിക്കുന്നത്. എല്ലാം എന്നിൽ നിന്നുണ്ടായി, എന്നിൽ നിലനിന്ന് എന്നിലേക്ക് വരുന്നു എന്നുള്ള ദർശനം കൊടുത്തിട്ട് അവസാനം ആ കയ്യും കാലും കൂടിയുള്ള വായിൽ വെച്ചിട്ടുള്ള കിടത്തത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? ഞാൻ തന്നെ എൻ്റെ കൈകളെ നീട്ടിയിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ കൈകളായിട്ട്. ഞാൻ തന്നെ എൻ്റെ കാലുകളെ നീട്ടിയിട്ടുണ്ട് നിങ്ങളുടെ കാലുകളായിട്ട്. ഞാൻ തന്നെ ഭോക്താവും, ഇതുകൊണ്ടൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അനുഭവിക്കുന്ന ഭോക്താവും, എല്ലാവരുടെ ഉള്ളിലും ജീവരൂപത്തിലിരുന്നു കൊണ്ട് ഞാൻ തന്നെയാണ് അനുഭവിക്കുന്നത്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്ന് പറഞ്ഞ അതേ ഭാവം തന്നെയാണ് ഇവിടെ
കരാരവിന്ദേന പദാരവിന്ദം എന്ന അതിൻ്റെ ഒരു മിനിയേച്ചർ ചിത്രത്തിലൂടെ ഭഗവാൻ കാണിച്ചു കൊടുത്തത്. നിങ്ങളൊക്കെ എൻ്റെ കൈകളാണ്. ഇതാ ഇവിടെ ഒരു കരാരവിന്ദം ഇരുന്നു കൊണ്ട് അവിടെയുള്ള ഒരു പദാരവിന്ദത്തെ പിടിച്ച് വേറെ മുഖാരവിന്ദത്തിൽ അനുഭവിക്കുന്നു. ഞാനും നിങ്ങളുമൊക്കെ ഭഗവാന്റെ ശരീര അവയവങ്ങളാണ്. നമ്മളൊന്നും ഭഗവാനിൽ നിന്ന് അന്യന്മാരല്ല. ഭഗവാൻ തന്നെ സ്വയം തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഭഗവാന്റെ തന്നെ എക്സ്റ്റൻഷനാണ് നമ്മൾ ഓരോരുത്തരും. എന്നിട്ട് നമ്മളിലൂടെ ഭഗവാൻ ലീല ചെയ്യുകയാണ്, ആസ്വദിക്കുകയാണ്. കർത്താവും ഭോക്താവും ഭോഗ്യവും എല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ രണ്ടാമതൊരു വസ്തു ഇല്ല. ആ തത്വം ദർശിപ്പിച്ച ദർശനമാണ് മുകുന്ദ ദർശനം, ബാലം മുകുന്ദ ദർശനം. അല്ലാതെ വെറും ഒരു ആലിലെ കണ്ണനല്ല ആ കണ്ണൻ, ആ മുകുന്ദനാണ് ഭഗവാൻ. ആ മുകുന്ദനെ സ്മരിക്കുമ്പോൾ തന്നെ അദ്വൈത ബോധം നമ്മളിലേക്ക് ഉണർന്നു വരണം. അദ്വൈതത്തിൻ്റെ ചിന്മുദ്ര പിടിച്ചിരിക്കുന്നത് പോലെ അതേപോലെ ഒരു മുദ്ര തന്നെയാണ് ഭഗവാന്റെ ആ ശയനവും. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം എന്നുള്ള ആ ഒരു കിടപ്പുണ്ടല്ലോ, ആ കിടപ്പ് ഒരു ദക്ഷിണാമൂർത്തിയും ശങ്കരാചാര്യരും വ്യാസനുമൊക്കെ ചിന്മുദ്രയിലൂടെ എന്തുപദേശിക്കുന്നു, അയ്യപ്പസ്വാമിയൊക്കെ എന്തുപദേശിക്കുന്നുവോ അതേ തത്വം ഉപദേശിക്കുന്ന ഒരു ശയനമാണ് ഭഗവാന്റെ ശയനം. രണ്ടും തമ്മിൽ അറിവുള്ളവർക്ക് വ്യത്യാസമില്ല, അറിയാത്തവർക്ക് ഇതും അറിയില്ല. ഈ മുദ്രയ്ക്കും മൂടന്മാരെ ചോദിക്കുക എന്താ ഭഗവാൻ കയ്യിൽ മൂക്കുപ്പൊടി പിടിച്ചിരിക്കുകയാണോ എന്ന്. അതുപോലെയാണ് ഭഗവാന്റെ ശയനത്തിലും എന്താ ഭഗവാൻ സ്വന്തം കാലിനെ ഇങ്ങനെ ഉർജിക്കൊണ്ട് കിടക്കണത്. അയ്യോ പാവം, വിശന്നിട്ടായിരിക്കും, പാല് കൊടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും മൂഢജനങ്ങൾ വിചാരിക്കും. പക്ഷെ ഏത് മൂഢജനങ്ങളെയും ആകർഷിക്കാൻ പറ്റിയ അതിമനോഹരമായിട്ടൊരു രൂപമാണ് ആ ബാലം മുകുന്ദൻ അല്ലേ. ആലിലെ കണ്ണനെ ഇഷ്ടമില്ലാത്തവരാരുമില്ല, എല്ലാവരും കഴുത്തിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട് ആലിലെ കണ്ണന്റെ ലോക്കറ്റ്. എന്താണ് ആലിലെ കണ്ണന്റെ തത്വം എന്നാരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇത് തന്നെയാണ് ആലിലെ കണ്ണന്റെ തത്വം. തത്വമസി അഹം ബ്രഹ്മാസ്മി, ആ മഹാവാക്യത്തിന്റെ സർവം ഖൽവിതം ബ്രഹ്മ എന്ന വേദവാക്യത്തിന്റെ ആ പ്രകടനം തന്നെയാണ് ഭഗവാന്റെ ആ ശയനം. ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാലാതീതനായിട്ടുള്ള ഭഗവാനെ നമ്മൾ ദർശിച്ചാൽ പ്രഭവതി ഭവതി ദൃഷ്ടേ സതി ഭവതിരസ്കാരഃ ന ഭവതിക്കും. പ്രഭുവായ ഭഗവാനെ ദർശിച്ചാൽ ഭവതിരസ്കാരം സംഭവിക്കുകയില്ലയോ? തീർച്ചയായിട്ടും സംഭവിക്കും. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഇതിങ്ങനെ പറയാം. മത്സ്യാദിഭിരവതാരൈഹി അവതാരവതാവതാ സദാ വസുധാം പരമേശ്വര പരിപാല്യോ ഭവതാ ഭവതാപഭീതോഹം. മത്സ്യാദിഭിരവതാരൈഹി അവതാരവതാവതാ സദാ വസുധാം പരമേശ്വര പരിപാല്യോ ഭവതാ ഭവതാപഭീതോഹം. എന്താ ഇവിടെ പറയുന്നത്? മത്സ്യാദിഭിഹി അവതാരൈഹി, മത്സ്യാദികളാകുന്ന അവതാരങ്ങളെ കൊണ്ട്, അവതാരവതാ ത്വയാ എന്നർത്ഥം, അവതാരവാനായ അങ്ങയാൽ, സദാ വസുധാം അവതാ എന്നും പറയുന്നുണ്ട്. എപ്പോഴും വസുധയെ, ഭൂമിയെ, അവതാ എന്ന് പറഞ്ഞാൽ അവനം ചെയ്യുന്നവനായ അങ്ങയാൽ, അത് തൃതീയ വിഭക്തിയാണ്. അവതാരവത എന്നതും തൃതീയ വിഭക്തി. അവതാ രക്ഷിക്കുന്നവനായ അങ്ങയാൽ, പരിപാല്യഃ ഇവിടെ ഭവതാ എന്നും പറഞ്ഞിട്ടുണ്ട്. ഭവതാ എന്ന് പറഞ്ഞാൽ അങ്ങയാൽ എന്ന്. അപ്പോ അവതാരവത അവതാ ഭവതാ, ഹേ പരമേശ്വര അഹം പരിപാല്യഃ, ഞാൻ പരിപാലിക്കപ്പെടേണ്ടവനാണ്. എന്താ കാരണം? ഭവതാപഭീതോഹം, ഭവതാപഭീതോഹം, സംസാരമാകുന്ന താപങ്ങളെ കൊണ്ട് ഭയപ്പെട്ടിരിക്കുന്നവനാകുന്നു. താപത്രയങ്ങളിൽ പീഡിതനാണ് ഞാൻ എന്നർത്ഥം. ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവീകങ്ങളായിരിക്കുന്ന താപത്രയങ്ങളാൽ
ബാധിക്കപ്പെട്ടിരിക്കുന്നു, ഭീതനായിരിക്കുന്നു, പീഡിതനായിരിക്കുന്നു. അതുകൊണ്ട് അങ്ങാണ് യഥാർത്ഥത്തിൽ ആര്? പരമേശ്വരൻ. പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ പരമനായ ഈശ്വരൻ. പരമൻ എന്ന് പറഞ്ഞാൽ ദ സുപ്രീം, ദ അൾട്ടിമേറ്റ് എന്നൊക്കെ അർത്ഥം. ശ്രേഷ്ഠനായത്, ഏറ്റവും മുകളിലുള്ളത്. എന്താ? ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശനം ചെയ്യുന്നവരിൽ വരൻ, ഭരിക്കുന്നതിൽ വെച്ച് ശ്രേഷ്ഠൻ. അപ്പൊ ഒരുപാട് ഈശ്വരന്മാർ ഈ ലോകത്തുണ്ട്. ലോക്കൽ ഈശ്വരന്മാരുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിലെ ഈശ്വരനാണ്, ജില്ലാ കലക്ടർ ഒരു ഈശ്വരനാണ്, മുഖ്യമന്ത്രി ഒരു ഈശ്വരനാണ്, പ്രധാനമന്ത്രി മറ്റൊരു ഈശ്വരനാണ്. അങ്ങനെ ഓരോ വകുപ്പുകൾക്കും ഓരോ ഈശ്വരന്മാരുണ്ട്, ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ ഈശ്വരന്മാരുണ്ട്, എന്നതുപോലെ ഓരോ രാഷ്ട്രങ്ങൾക്കും ഓരോ ഈശ്വരന്മാരുണ്ട്. എന്നാൽ ഇവരുടെയൊക്കെ മുകളിലുള്ള ഏറ്റവും ദ അൾട്ടിമേറ്റ്, ദ സുപ്രീം ഈശ്വര, അതാണ് പരമേശ്വര. എല്ലാവരെയും നിയന്ത്രിക്കുന്ന 14 ലോകങ്ങൾ എന്ന് പറയുന്ന ആ ലോകങ്ങളെ മുഴുവനും, അല്ലെങ്കിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെയും എന്ന് വേണമെന്ന് പറയാം. അങ്ങനെയുള്ള അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെയും ഈശിക്കുന്നതിൽ ഏറ്റവും മുകളിലിരിക്കുന്നവൻ, ദ സുപ്രീം അതോറിറ്റി, ദ അൾട്ടിമേറ്റ് അതോറിറ്റി, എല്ലാറ്റിൻ്റെയും മുകളിലുള്ള റൂളർ. ഈശ്വരൻ എന്നാൽ ഈശനം ചെയ്യുന്നവരിൽ വരൻ. വരൻ എന്നാൽ ശ്രേഷ്ഠൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ തന്നെ ഭരണ നിപുണൻ. ഈശിക്കുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക എന്നാണ് അർത്ഥം. ഭരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും നല്ലതുപോലെ വഹിക്കുക, എല്ലാറ്റിനെയും നിയന്ത്രണത്തിൽ നിർത്തുക, എല്ലാറ്റിനെയും ആ ഭരിക്കുക എന്നുള്ള വാക്കിന് പാലനം ചെയ്യുക, ഭാരം വഹിക്കുക എന്നാണ് അർത്ഥം. ഇവരുടെയൊക്കെ ഭാരം വഹിക്കുക, ഇവരെയൊക്കെ താങ്ങി നിർത്തുക, ഇവരെയൊക്കെ പോഷിപ്പിക്കുക. ഒരച്ഛൻ മക്കളെ രക്ഷിക്കുന്നത് പോലെ, ഒരു രാജാവ് പ്രജകളെ രക്ഷിക്കുന്നത് പോലെ ഈ ലോകത്തെ മുഴുവൻ പരിപാലിക്കണം. അപ്പോൾ രാജാവിന് എന്തുണ്ട്? പ്രജകൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാം കൊടുക്കണം. ഒരച്ഛൻ മക്കൾക്ക് വേണ്ടതെല്ലാം കൊടുക്കണം. അവരുടെ രക്ഷയും ശിക്ഷയും അവർക്ക് വേണ്ട പോഷണവും എല്ലാം കൊടുക്കുന്ന ആളാണ് ഒരു കുടുംബത്തിലെ അച്ഛൻ, ഒരു രാജ്യത്ത് രാജാവ്. അതുപോലെ ലോകത്തിൻ്റെ മുഴുവൻ എല്ലാം അങ്ങോട്ട് കൊടുക്കുകയും രക്ഷിക്കുകയും. കൊടുക്കുന്ന ഒരാൾക്കേ രക്ഷിക്കാൻ ശിക്ഷിക്കാൻ അവകാശമുള്ളൂ, രക്ഷിക്കുന്ന ഒരാൾക്കേ ശിക്ഷിക്കാൻ അവകാശമുള്ളൂ. ഭഗവാൻ ആദ്യം രക്ഷകനാണ്. ആ ഭഗവാന്റെ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് ഭഗവാന്റെ കീഴിൽ നമ്മൾ വിധേയത്വത്തോടുകൂടി അനുസരിച്ചിരുന്നാൽ ഭഗവാൻ നമ്മളെ ശിക്ഷിക്കുകയില്ല. അല്ല, ഭഗവാന്റെ നിയന്ത്രണങ്ങളെ ലംഘിച്ചുകൊണ്ട് നമ്മൾ തോന്നിയവാസികളായാൽ ശിക്ഷയ്ക്കും നമ്മൾ അർഹരാകും. കാരണം നമ്മളെ രക്ഷിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. നമ്മുടെ രക്ഷ തന്നെയാണ് ഭഗവാന്റെ ശിക്ഷയുടെയും അടിസ്ഥാനം. നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ശിക്ഷിക്കുന്നത്. കൊച്ചുകുട്ടികൾ എന്തെങ്കിലും അബദ്ധം ചെയ്താൽ അമ്മമാര് ചിലപ്പോൾ ശാസിക്കും, ചിലപ്പോൾ അടിച്ചു എന്ന് വരും. എന്തിനു വേണ്ടിയാ? അവർക്ക് ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയാ. അതുപോലെ നമ്മൾക്ക് ഓരോരുത്തർക്കും അറിവില്ലായ്മ കൊണ്ട് തെറ്റ് പറ്റുമ്പോൾ ഭഗവാൻ നമ്മളെ പല രീതിയിൽ ശിക്ഷിക്കുന്നു, നിയന്ത്രിക്കുന്നു, നമുക്ക് വേദനിക്കുന്നു. കാരണം നമ്മുടെ ഇഷ്ടം നടക്കുന്നില്ല. പക്ഷെ ഭഗവാൻ അറിയാം നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഹിതം, നമുക്ക് എന്താ വേണ്ടതെന്ന്. അപ്പം അങ്ങനെ എല്ലാവരെയും നിയന്ത്രിക്കുന്നവൻ, ഈശനം ചെയ്യുന്നതിൽ വരൻ ഈശ്വരൻ. ആ ഈശ്വരന്മാരിൽ വെച്ച് പരമൻ, ശ്രേഷ്ഠൻ, ഏറ്റവും മുകളിലുള്ളവൻ പരമേശ്വരൻ. അപ്പൊ പരമേശ്വര എന്ന് സംബോധന ചെയ്തുകൊണ്ട് അഹം ത്വയാ പരിപാല്യ ഭവതാ പരിപാല്യ, അങ്ങയാൽ ഞാൻ പരിപാലിക്കപ്പെടണം, രക്ഷിക്കപ്പെടണം. കാരണം എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഈ സമുദ്രത്തിൽ പെട്ടിട്ട്. ഭവതാപഭീതോഹം, സംസാര താപങ്ങളിൽ ഭയപ്പെട്ടിരിക്കുന്നു ഞാൻ. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് ഭയപ്പാടോട് കൂടിയിട്ടാണ്. ഇന്നേക്ക് എനിക്ക് എന്താണാവോ, ഇന്ന് വൈകുന്നേരം ആവുന്നത് വരെ ആപത്തുകളൊന്നും ഉണ്ടാവരുതേ, അത്യാഹിതങ്ങളൊന്നും സംഭവിക്കരുതേ, അനിഷ്ടങ്ങളൊന്നും സംഭവിക്കരുതേ, എനിക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാവരുതേ, മാനഹാനിയൊന്നും ഉണ്ടാവരുതേ. ഇങ്ങനെ ഒരുപാട് താപങ്ങളെ കുറിച്ചിട്ടുള്ള ഭയമുണ്ട് നമുക്ക്, അല്ലേ? നമുക്ക് തന്നെ രോഗാദികൾ വന്ന്, ഇപ്പൊ കൊറോണ, അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആധ്യാത്മിക ദുഃഖമാണത്. നമ്മളുടെ ശരീരത്തിൽ തന്നെ ഉള്ളതായിട്ടുള്ള രോഗത്തിൻ്റെതായിട്ടുള്ള പീഡ, അതുപോലെ ചുറ്റുപാടുള്ളതായിട്ടുള്ള ആളുകളുടെ ഉപദ്രവം, ജന്തുക്കളുടെ ഉപദ്രവം, ഇതൊക്കെ ആദി ഭൗതികം എന്ന് പറയും. അതുപോലെ പ്രകൃതി ശക്തികളിൽ നിന്നുള്ളതായിട്ടുള്ള ഉപദ്രവം, അത് നമുക്ക് നിയന്ത്രണത്തിലേ അല്ല. പ്രകൃതിക്ഷോഭങ്ങൾ, അതിവൃഷ്ടി, അനാവൃഷ്ടി, പ്രളയം, ഭൂകമ്പം,
സൈക്ലോണുകൾ, ഇങ്ങനെ അഗ്നിപർവ്വതങ്ങൾ, ഇതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇടിമിന്നൽ എപ്പോൾ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ പതിക്കാം. അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള ഉൽക്കകൾ വന്ന് നമ്മുടെ തലയിൽ വന്ന് വീഴാം, ധൂമകേതുക്കൾ വന്ന് പതിക്കാം, അല്ലേ? ഏതെങ്കിലും നക്ഷത്രങ്ങളുടെയോ ഗ്രഹങ്ങളുടെയോ ഒരു ഭാഗം അടർന്ന് ഭൂമിയിലേക്ക് വന്ന് പതിക്കാം. ചന്ദ്രന്റെ ഒരു കഷ്ണം വന്ന് നമ്മുടെ തലയിൽ വീഴാം. ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല നാളെ എന്താ സംഭവിക്കുക എന്ന്. സംഭവിച്ചു കൂടായികയില്ല. അപ്പോൾ ചിന്തിച്ചാൽ നമുക്ക് ഭയപ്പെടാൻ ഒരുപാട് കാര്യമുണ്ട്. പക്ഷെ നമുക്ക് സുരക്ഷിതരായിരിക്കാം. ആരുടെ സുരക്ഷയിൽ? ഭഗവാന്റെ. പരമേശ്വരൻ എല്ലാം ഭംഗിയായി പരിപാലിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ എൻ്റെ കാര്യം പ്രത്യേകം പരിഗണിക്കണേ എന്നാണ് ഇവിടെ പ്രാർത്ഥന. അപ്പോൾ ഇവിടെ അതിനായിട്ട് ഭഗവാനോട് ആദ്യം പറഞ്ഞത് എന്താണ്? മത്സ്യാദിബിർ അവതാരൈഹി അവതാരവതാ സദാ വസുതാം അവതാ ഭവതാ. ആ ഭവതാ എന്ന് പറയാം, അങ്ങയാൽ ഞാൻ രക്ഷിക്കപ്പെടണം എന്ന് പറയണം. ആ ഭവത എന്ന് പറയാൻ, ആ ഭവത എന്നുള്ളതിന്റെ മുമ്പേ ഫിറ്റ് ചെയ്യേണ്ട വിശേഷണങ്ങളാണ് ഇതെല്ലാം. എങ്ങനെയുള്ള ഭവത? സദാ വസുതാം അവതാ, എപ്പോഴും വസുധയെ, വസുധ എന്നാൽ ഭൂമി, ധനങ്ങൾ മുഴുവൻ ധരിച്ചിരിക്കുന്നവൾ എന്നാണ് വസുധ എന്നുള്ള വാക്കിന്റെ അർത്ഥം. വസും ധരതേതി വസുധ, വസുക്കളെ, വസു എന്നാൽ ഈ ഭൂമിയിലുള്ള സർവ്വധനങ്ങളും. ഭൂമിയുടെ പുറത്ത് തന്നെ വൃക്ഷങ്ങളും സസ്യങ്ങളൊക്കെ ധനമാണ്, പക്ഷി മൃഗാദികളൊക്കെ ധനമാണ്. മനുഷ്യരും ധനമാണ് മര്യാദക്കാരാണെങ്കിൽ. അല്ലെങ്കിൽ മനുഷ്യർ ബാധ്യതയാണ്, അല്ലേ? ധനം ഋണം എന്ന് കണക്കാക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും വലിയ ബാധ്യതകളും മനുഷ്യന്മാർ തന്നെയാണ്. മറ്റുള്ളവരാരും ബാധ്യതയല്ല ഒരിക്കലും. ഒരു കൊതു പോലും ഇവിടെ ബാധ്യതയല്ല, ഒരു കൃമികീടവും ഇവിടെ ബാധ്യതയല്ല. പക്ഷെ മനുഷ്യൻ ഈ ഭൂമിയിൽ വലിയൊരു ബാധ്യതയാണ്. എപ്പോ? അവന്റെ സ്വാർത്ഥത കൊണ്ട് അവൻ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ, ഹിംസിക്കുമ്പോൾ, പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ, എല്ലാവർക്കും അവകാശപ്പെട്ടതായിട്ടുള്ള ഈ പ്രകൃതിയെ അവൻ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി വല്ലാതെ ചൂഷണം ചെയ്ത് നശിപ്പിക്കുമ്പോൾ അവൻ ഈ പ്രപഞ്ചത്തിന്, ഈ വിശ്വത്തിന്, ഈ വസുധയ്ക്ക് ഒരു ഭാരമായി തീരുന്നു. മറ്റുള്ളവരൊന്നും വസുധയ്ക്ക് ഭാരമല്ല. വസുധ വാത്സല്യപൂർവ്വം എല്ലാവരെയും രക്ഷിക്കുന്നു. അല്ലേ? നമ്മള് പുരാണങ്ങളില് ദുഷ്ടന്മാരായ അസുരന്മാരെ വർദ്ധിക്കുമ്പോഴാണ് ഭൂമിക്ക് സങ്കടം ഉണ്ടാവുന്നത്. ഈ ദുഷ്ടന്മാരുടെ, കംസാദികളുടെ ഭാരം എനിക്ക് സഹിക്കുന്നില്ല, അല്ലെങ്കിൽ രാവണാദികളുടെ ഭാരം എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഭൂമിദേവി ഭഗവാനെ സമീപിക്കുന്ന രംഗങ്ങൾ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കാം. അപ്പൊ ഭൂമിക്ക് എപ്പോഴാണ് ഭാരമാവുന്നത്? നമ്മുടെ ഉള്ളിലെ ആസുര സ്വഭാവം വർദ്ധിച്ചു വരുമ്പോൾ ഭൂമിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഋണമായി, ബാധ്യതയായി മാറുന്നു. അല്ലെങ്കിലോ നമ്മൾ എടുക്കുന്നതിൽ കൂടുതൽ കൊടുത്തും അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചും ത്യാഗനിർഭരമായിട്ടുള്ള ഒരു യജ്ഞ ജീവിതം നയിച്ചാൽ ഭൂമി സന്തോഷിക്കും. എൻ്റെ മകനെ കണ്ടോ, എൻ്റെ മക്കളെ കണ്ടോ എന്ന് ഭൂമി ആനന്ദിക്കും. ആ അമ്മയ്ക്ക് നിർവൃതി ഉണ്ടാവും. അമ്മയ്ക്ക് നമ്മൾ ഭാരമാവില്ല. അങ്ങനെ ആവണം നമ്മൾ. അപ്പൊ വസുധ എന്ന വാക്കിന്റെ അർത്ഥം ധനത്തെ ധരിക്കുന്നവൾ. അപ്പൊ ഭൂമിയുടെ ഉള്ളിലാണെങ്കിലും അനേക ധാതുക്കൾ, ലവണങ്ങൾ, രത്നങ്ങൾ, എന്തെല്ലാമാണ്, സ്വർണം മുതലായതൊക്കെ കുഴിച്ചെടുക്കുന്നില്ലേ? ഇതൊക്കെ ഭൂമിയിൽ തന്നെയാണ്. അപ്പൊ അനേക രത്നങ്ങളെ ധരിച്ചിരിക്കുന്നവൾ, ധനത്തെ ധരിച്ചിരിക്കുന്നവൾ വസുധ, വസുന്ധര എന്നൊക്കെ ദേവിക്ക് പേര്. ആ വസുധയെ സദാ അവതാ ഭവത, എപ്പോഴും അവനം ചെയ്യുന്നവനായ, അവനം ചെയ്യുന്നവൻ, അതാണ് അവതാ എന്നുള്ള തൃതീയ ശബ്ദം കൊണ്ട്, അവനം ചെയ്യുന്നവനായ അങ്ങയാൽ. അവതാരവത, അവതാരമെടുത്തിട്ടാണ് ഭഗവാൻ അവനം ചെയ്യുന്നത്. ഏതൊക്കെ രൂപമെടുക്കുന്നു? മത്സ്യാദിഭിഹി അവതാരൈഹി, മത്സ്യാദി അവതാരങ്ങൾ എടുത്ത് ഭൂമിയെ എപ്പോഴും രക്ഷിക്കുന്നു. അപ്പൊ ഭഗവാൻ കാലാകാലങ്ങളിൽ യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാ ആത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ തന്നെ ഗീതയില് അവതാരത്തിന്റെ തത്വം പറഞ്ഞു തരുന്നു.
അപ്പൊ ഭൂമിയില് ദുഷ്ടശക്തികൾ വർദ്ധിച്ചു വരുമ്പോൾ, സജ്ജനങ്ങൾ പീഡിതരായി തീരുമ്പോൾ, ആ സജ്ജനങ്ങളെ രക്ഷിക്കുവാൻ, ഭൂമിയെ രക്ഷിക്കുവാൻ, ധർമ്മത്തെ രക്ഷിക്കുവാൻ, അധർമ്മികളായ ദുഷ്ടശക്തികളെ അടിച്ചൊതുക്കുവാൻ, സംഹരിക്കുവാൻ, വിനാശായ ഛ ദുഷ്കൃതാം, അതിനു മുമ്പ് പരിത്രാണായ സാധൂനാം, സാധൂനാം പരിത്രാണായ, സജ്ജനങ്ങളുടെ, സാധുക്കൾ എന്ന് പറഞ്ഞാല് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരെയാണ് സാധുക്കൾ എന്ന് പറയുക. പരകാര്യം സാധ്നോതി ഇത് സാധു, പരകാര്യം സാധ്നോതി, മറ്റുള്ളവർക്ക് വേണ്ടി പലതും സഹായം ചെയ്തു കൊടുക്കുന്നവർ, മറ്റുള്ളവർക്ക് അഭയം കൊടുക്കുന്നവർ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുന്നവർ, അവരൊക്കെയാണ് സാധുക്കൾ. അല്ലാതെ അയ്യോ പാവം എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്ന സ്വാർത്ഥന്മാരല്ല ഇവിടുത്തെ സാധുക്കൾ. മിണ്ടാപ്പൂച്ചകൾ അല്ലെ, ആർക്കും ഒരു ഉപകാരമൊന്നുമില്ല, സമ്പാദിച്ചത് ഒറ്റയ്ക്ക് തിന്നുകൊണ്ട് ഞാനുണ്ട് എൻ്റെ കാര്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നവരെ സാധുക്കളൊന്നും പറയാൻ പറ്റില്ല. ഉപദ്രവിക്കുന്നില്ല എന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ, ഒരു ഗുണയുള്ളൂ അവരെ കൊണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സാധു എന്ന ശബ്ദത്തിന് അർത്ഥം മറ്റുള്ളവർക്ക് കൂടി ഉപകാരമുള്ളവനാവണം. തന്നാൽ മറ്റുള്ളവർക്ക് ഉപകാരമുള്ളവനാണ് സാധു. പരകാര്യം സാധ്നോതി ഇത് സാധു. സാധു ശബ്ദത്തിന്റെ അർത്ഥം അതാണ്. നമ്മള് മിണ്ടാപ്പൂച്ചകൾ, അയ്യോ പാവം പച്ച പശു എന്നൊക്കെ പറയും ചില ആളുകളെ. പക്ഷെ അവരുടെ ഉള്ളിൽ നിറയെ സ്വാർത്ഥത ഉണ്ടാവും. ശക്തി ഇല്ലാത്തത് കൊണ്ട് അഭിനയിക്കുകയായിരിക്കും പലരും, സ്വാർത്ഥന്മാരായിരിക്കും. മറ്റുള്ളവർക്ക് അവരെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവില്ല. അവരൊന്നും സാധുക്കൾ എന്ന് പറയാൻ പറ്റില്ല. സാധുക്കൾ എന്ന് പറഞ്ഞാൽ ത്യാഗം മുഖമുദ്രയായിട്ടുള്ളവർ, തനിക്ക് ഒന്നും വേണ്ട, മറ്റുള്ളവർക്ക് വേണ്ടി തന്നാലാവുന്നത് ചെയ്യണം എന്നുള്ള ചിന്തയുള്ളവർ, പരോപകാരമായി ജീവിക്കുന്നവർ, അവരാണ് സാധുക്കൾ. അപ്പോ അങ്ങനെ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം, ദുഷ്കൃതാം വിനാശായ, ദുഷ്കൃതികൾ എന്നാൽ പാപികളുടെ നാശത്തിനായിക്കൊണ്ടും ധർമ്മ സംസ്ഥാപനാർത്ഥായ, ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയെ പരിപാലിക്കുവാനായിക്കൊണ്ട്, ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന നിയമങ്ങളാണ്, വ്യവസ്ഥകളാണ്, ശാശ്വതങ്ങളായിട്ടുള്ള നിയമങ്ങളെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിനായിക്കൊണ്ട് സംഭവാമി യുഗേ യുഗേ, ഞാൻ കാലാകാലങ്ങളിൽ അവതരിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ അത് എങ്ങനെയൊക്കെ അവതരിച്ചു? മത്സ്യാദിവിർ അവതാരൈഹി, മത്സ്യം മുതലായ അവതാരം. അപ്പൊ നമ്മളൊക്കെ അവതാരങ്ങളെ ലിസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും മത്സ്യ, കൂർമ്മ, വരാഹ, വാമന, നൃസിംഹ, പരശുരാമ, ബലരാമ, ശ്രീരാമ, ശ്രീകൃഷ്ണ, കൽക്കി എന്നൊക്കെ പറഞ്ഞ് ദശാവതാരങ്ങൾ പോപ്പുലറാണ്. വാസ്തവത്തിൽ ദശാവതാരങ്ങളല്ല ഭഗവാന്റെ. ഭാഗവതം നിങ്ങൾ പഠിക്കണം. ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിൽ തന്നെ 3-ാം അധ്യായത്തിൽ നീണ്ടൊരു ലിസ്റ്റ് തരുന്നുണ്ട് ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച്. 24 അവതാരങ്ങളെ എണ്ണി പറഞ്ഞു തന്നിട്ട് പറയും, അവതാരാഹി അസംഖ്യേയാഹ ഹരേഹേ സത്വനിധേർ ദ്വിജാഹ. സൂതൻ എന്ന മഹാശയൻ, പൗരാണികൻ, ശൗനകാദികളെ അഭിസംബോധനയാണ്. ഹേ ദ്വിജാഹ, അല്ലയോ ശൗനകാദി ബ്രാഹ്മണരെ, നിങ്ങൾ മനസ്സിലാക്കുവിൻ. അവതാരാഹി അസംഖ്യേയാഹ, അവതാരാഹ അസംഖ്യേയാഹി, ഭഗവാന്റെ അവതാരങ്ങൾ സംഖ്യയില്ലാത്തതാണ്, അനന്തങ്ങളാണ്. ഹരേഹേ സത്വനിധേഹേ ദ്വിജാഹ, സത്വനിധിയായ ഹരിയുടെ അവതാരങ്ങൾ സംഖ്യയില്ലാത്തതാണ് ബ്രാഹ്മണരെ. സത്വനിധിയാണ് ഭഗവാൻ എന്ന് വെച്ചാൽ സത്വം കൊണ്ടാണ് ഭഗവാൻ ഈ ലോകത്തെ പാലനം ചെയ്യുന്നത്. സത്വഗുണമാണ് ഈ ലോകത്തെ സസ്റ്റെയിൻ ചെയ്യുന്ന ഗുണം. രജോ ഗുണം എന്നുള്ളത് പുതുമയെ സൃഷ്ടിക്കുന്ന ഗുണമാണ് രജോ ഗുണം എന്ന് വെച്ചാൽ പുതിയ ആവശ്യങ്ങൾ ഉണ്ടാക്കി, പ്രകൃതിയിൽ ഒരു അജിറ്റേഷൻ ഉണ്ടാക്കി, ഒരു അസ്വസ്ഥതയുണ്ടാക്കി, ആ അസ്വസ്ഥതയിൽ നിന്ന് പുതിയ എന്താ പറയുക ദ്രവ്യങ്ങളെ സൃഷ്ടിക്കുന്ന ഗുണത്തിന്റെ പേരാണ് രജോ ഗുണം. നമ്മുടെ ഉള്ളിൽ രജോ ഗുണം വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഇരിക്കപ്പുറതി ഇല്ലാതാവുക, എന്തിൻ്റെയോ കുറവ് അനുഭവപ്പെടുക. അപ്പൊ എന്താണെന്ന് ആലോചിച്ച് ഇന്നത് കിട്ടിയാൽ എനിക്ക് തൃപ്തിയാവുമെന്ന് വിചാരിച്ച് അത് ഉണ്ടാക്കാനുള്ള മെനക്കെട് തുടങ്ങും. അപ്പൊ രജോ ഗുണം വർദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതിനെ നിലനിർത്തുന്നത് സത്വഗുണമാണ്. ആരിലാണോ സത്വഗുണമുള്ളത് അവരിൽ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. മെയിൻ്റനൻസിന് വേണ്ടത് സത്വഗുണം. അതാണ് വിഷ്ണുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഗുണം.
മറ്റത് ബ്രഹ്മദേവനാണ് രജോ ഗുണമൂർത്തി. തമോ ഗുണത്തിലാണ് എല്ലാറ്റിൻ്റെയും ലയം, നാശം, സംഹാരം. നമുക്ക് തമോ ഗുണം വർദ്ധിക്കുമ്പോൾ നമ്മൾ ക്രോധം വർദ്ധിക്കുന്നു, അപ്പൊ നമ്മൾ എല്ലാറ്റിനെയും നശിപ്പിക്കുന്നു. അല്ലെങ്കിൽ രാത്രിയും തമോ ഗുണത്തിന്റെ പ്രതീകമാണ്. പ്രതീകമല്ല, തമോ ഗുണം തന്നെയാണ് രാത്രി. രാത്രിയിൽ എല്ലാം ലയം പ്രാപിക്കുന്നത് പോലെ കാലത്തിൽ, രാത്രിയിൽ, പ്രളയകാലത്ത് എല്ലാം ലയം പ്രാപിക്കുന്നു. അതൊരു തമോ ഗുണം വർദ്ധിക്കുന്ന അവസ്ഥയാണ്. പ്രപഞ്ചത്തിന്റെ മൊത്തത്തിലുള്ള രാത്രിയാണ് പ്രളയം. നമുക്ക് ഓരോ ദിവസവും രാത്രി ഉള്ളതുപോലെ ഒരു ടോട്ടൽ നൈറ്റ് ഉണ്ട്. എല്ലാം നശിക്കുന്ന ഒരു രാത്രി, എല്ലാം ലയിക്കുന്ന ഒരു രാത്രി, എല്ലാവരും ഉറങ്ങുന്ന ഒരു രാത്രി. അതിന്റെ പേരാണ് പ്രളയം. അത് തമോ ഗുണത്തിലാണ്. അതുപോലെ നിത്യവും രാത്രിയുണ്ട്, അതും ഒരു തമോ ഗുണമാണ്. നമ്മുടെ ഉള്ളിൽ തമോ ഗുണം വർദ്ധിക്കുമ്പോൾ ക്രോധം കൊണ്ട് നമ്മൾ നശിപ്പിക്കും. അപ്പൊ നമ്മുടെ ഈ നാശങ്ങൾക്കൊക്കെ ശക്തി കൊടുക്കുന്ന ദേവനാണ് രുദ്രൻ. നമ്മുടെ ഉള്ളിൽ ക്രോധമായിട്ടും കാലസ്വരൂപനായി രാത്രിയായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന, പ്രളയകാലത്ത് സംഹാര രുദ്രനായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ശക്തി തമോ ഗുണമൂർത്തിയായ രുദ്രൻ. അപ്പോൾ മെയിൻ്റനൻസ് എന്നുള്ളത് സത്വഗുണത്തിലാണ് നടക്കുന്നത്. എവിടെയാണോ സത്വഗുണമുള്ളത് അവിടെ സ്വസ്ഥതയുണ്ടാവും, അവിടെ ശാന്തി ഉണ്ടാവും, അവിടെ നിലനിൽപ്പുണ്ടാവും. അപ്പൊ വിഷ്ണു ഭഗവാൻ സത്വമൂർത്തിയാണ്. അതാണ് സത്വനിധേഹേ ഹരേഹേ, സത്വനിധിയായ ഹരിയുടെ ആ ശുദ്ധ സത്വമൂർത്തിയാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യണു? ഈ പ്രപഞ്ചത്തെ നിലനിർത്താനായിക്കൊണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാനായിക്കൊണ്ട് പല വേഷങ്ങളും കെട്ടി പല രംഗപ്രവേശവും ചെയ്യുന്നു. അതാണ് ഭഗവാന്റെ അവതാരങ്ങൾ എന്ന് പറയുന്നത്. ഭഗവാൻ വാസ്തവത്തില് രൂപരഹിതനാണ്, രൂപ അതീതനാണ്. ഈ വിശ്വമേ ഭഗവാന്റെ ഒരു രൂപമാണ്. വിശ്വരൂപനാണ് വിഷ്ണു, അല്ലേ? ഭഗവാൻ എത്ര പ്രാവശ്യം വിശ്വരൂപം കാണിച്ചു കൊടുത്തത്? ആർക്കൊക്കെ കാണിച്ചു കൊടുത്തു? യശോദാദേവിക്ക് 2 പ്രാവശ്യം വായിൽ തന്നെ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് മഹാഭാരത യുദ്ധത്തിന് തൊട്ട് മുമ്പായിട്ട് ധൃതരാഷ്ട്രർക്കും ദുര്യോധനാദികൾക്കും അവിടെ സഭയിൽ ചെന്ന് കാണിച്ചു കൊടുത്തു. അതിനുശേഷം അർജുനന് വിഷാദഗ്രസ്തനായിരിക്കുന്ന സമയത്ത് ഗീതോപദേശത്തിന്റെ മധ്യത്തിൽ വിശ്വരൂപം ദർശിപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഭഗവാൻ മഹാഭാരത യുദ്ധമെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുന്നതിന്റെ വഴിയിൽ ഒരു മഹർഷിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മഹർഷിയുടെ പേര് മറന്നു, ദൗമ്യനല്ല, എന്തൊരു പേരോർമ്മ വരില്ല. വഴിയിൽ വെച്ച് കാലസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ദർശനം ആ മഹർഷിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 5 പ്രാവശ്യം ശ്രീകൃഷ്ണ ചരിത്രത്തിൽ വിശ്വരൂപം കാണാം. അപ്പൊ അതാണ് ഭഗവാന്റെ രൂപം. വിശ്വരൂപമാണ് ഭഗവാന്റെ, വിഷ്ണുവിന്റെ രൂപം. വിശ്വസ്മൈ നമഃ, വിഷ്ണവേ നമഃ. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന വിശ്വരൂപനാണ്. സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. ഈ ലോകത്ത് കാണുന്ന എല്ലാ ശിരസ്സുകളും ഭഗവാന്റെ ശിരസ്സുകളാണ്, എല്ലാ പാദങ്ങളും ഭഗവാന്റെ പാദങ്ങളാണ്, എല്ലാ കണ്ണുകളും ഭഗവാന്റെ കണ്ണുകളാണ്. അങ്ങനെയുള്ള വിശ്വരൂപനായിട്ടുള്ള ഭഗവാൻ തൻ്റെ തന്നെ ശരീരമാണ് ഈ വിശ്വം. അതുകൊണ്ട് ഈ ശരീരത്തിന് ഏതെങ്കിലും ആപത്തുണ്ടാകുമ്പോൾ, എന്തെങ്കിലും രോഗം ബാധിക്കുമ്പോൾ അത് ചികിത്സിക്കേണ്ടത് ആ ശരീരത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഭഗവാന്റെ ധർമ്മമാണ്. നമ്മുടെ ശരീരത്തിൽ രോഗം ബാധിച്ചാൽ നമ്മൾ ചികിത്സിക്കില്ലേ? നമ്മുടെ ശരീരത്തിൽ ഒരു ക്യാൻസർ വന്നാൽ ആ ഭാഗം മുറിച്ചു തന്നെ കളയില്ലേ നമ്മള്? നമ്മുടെ കൈയും കാലോ എവിടെയെങ്കിലുമൊക്കെ പഴുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം മുറിച്ചു നീക്കില്ലേ? എന്തിനു വേണ്ടി? ബാക്കിയുള്ളതിനെ നിലനിർത്താൻ വേണ്ടി, അല്ലേ? ഒരു ചെറിയൊരു ഭാഗം മുറിച്ചു കളഞ്ഞാൽ ബാക്കി ഭാഗം രക്ഷപ്പെടും എങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം മുറിച്ചു കളയാൻ തയ്യാറാവുന്നു. നമ്മുടെ ആന്തരിക അവയവങ്ങളും നമ്മൾ മുറിച്ചു മാറ്റാൻ തയ്യാറാവുന്നുണ്ട്, ക്യാൻസറോ അതുപോലെയുള്ള പഴുപ്പുകളോ ഒക്കെ ഉണ്ടായാൽ. ഹൃദയം വരെ മാറ്റിവെക്കുന്നു നമ്മൾ, അല്ലേ? എല്ലാ അവയവങ്ങളും മാറ്റിവെക്കാവുന്നതാണ്, ശരീരത്തിലെ ഏത് ഭാഗവും മാറ്റിവെക്കാവുന്നതാണ്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ചികിത്സിക്കാറുണ്ട്. എന്നതുപോലെ ഈ പ്രപഞ്ച ശരീരത്തിൽ ബാധിക്കുന്ന ക്യാൻസറുകളാണ് ഹിരണ്യാക്ഷ ഹിരണ്യകശിപുക്കളോ, രാവണ കുംഭകർണന്മാരോ, ശിശുപാല ദന്തവക്ത്രന്മാരോ, കംസാദികളോ അതുപോലെയുള്ള ദുഷ്ടശക്തികളൊക്കെ ഈ വിശ്വമാകുന്ന ശരീരത്തിൽ ബാധിക്കുന്ന ക്യാൻസറുകളാണ്. ഈ വിശ്വത്തെ കാർന്നു തിന്നുന്ന സ്വാർത്ഥരാണ്. അങ്ങനെ വിശ്വം ഈ ദുഷ്ടന്മാരാൽ കാർന്നു തിന്നപ്പെടുമ്പോൾ, പീഡിതരാവുമ്പോൾ ആ വിശ്വത്തിന്റെ ഉടമസ്ഥനായ വിശ്വശരീരിയായ ഭഗവാന് ഇടപെടേണ്ടി വരും. അദ്ദേഹം
ആ രോഗത്തിനനുസരിച്ച് ചികിത്സ ചെയ്യുന്നു. എന്താണോ രോഗം അതിനനുസരിച്ച്. നമുക്കൊരു പനിയോ ജലദോഷമോ ഒക്കെ വന്നാൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഒരു പനിയോ ജലദോഷമോ വന്നാൽ ഒരു പാരസെറ്റമോൾ കൊണ്ടോ ഒരു ചുക്ക് കാപ്പി കൊണ്ടോ ഒക്കെ മാറ്റാം. അതിനുവേണ്ടി ഡോക്ടറെ അടുത്ത് പോയിട്ട് എൻ്റെ ജലദോഷമാണ്, എൻ്റെ മൂക്ക് മുറിച്ച് കളയൂ, എനിക്ക് പനിയാണ്, തലവേദനിച്ചിട്ട് വയ്യ, തല മുറിച്ച് കളയൂ എന്നൊന്നും നമ്മൾ പറയാറില്ല. അത് നിസ്സാരമായിട്ടുള്ള രോഗം. അപ്പൊ എന്നതുപോലെ അതുപോലെയുള്ള ചെറിയ ചെറിയ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ ചെറിയ ചെറിയ രൂപങ്ങൾ എടുക്കുന്നു. ചിലരെ ഉപദേശിച്ചാൽ തന്നെ മതിയാവും. അപ്പൊ അതിനുവേണ്ടിയാ ഭഗവാന്റെ ഋഷിമാരായിട്ടുള്ള അവതാരങ്ങൾ. ഭഗവാന്റെ ഏറ്റവും അധികം അവതാരങ്ങൾ ഋഷിമാരായിട്ടാണ്, അല്ലാതെ ആയുധപാണികളായിട്ടുള്ള അവതാരങ്ങളല്ല. ആയുധപാണികളായിട്ടുള്ള അവതാരങ്ങൾ ഉണ്ട്. അതല്ലാതെ വ്യാസാദി ഋഷീശ്വരന്മാരുടെ, നാരദൻ, വ്യാസൻ, സനകാദികൾ, പരശുരാമൻ, അല്ലെങ്കിൽ അതുപോലെയുള്ള അവതാരങ്ങളൊക്കെ, കപിലൻ മുതലായിട്ടുള്ള അവതാരങ്ങൾ, ദത്താത്രേയൻ, ഇതൊക്കെ ഭഗവാന്റെ അവതാരങ്ങളാണ്. ഇവരൊക്കെ ഉപദേഷ്ടാക്കളാണ്. ലോകത്തിന് നല്ല മാർഗദർശനം കൊടുത്ത് ധർമ്മത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. ഈ അവതാരം പോരാതെ വരും. ചില ആളുകൾക്ക് സാമം, ദാനം, ഭേദം, ദണ്ഡം, ഇത് 4 ഉപായങ്ങളാണ് മനുഷ്യരെ ധർമ്മത്തിൽ പ്രവർത്തിപ്പിക്കാൻ. അപ്പൊ സാമം കൊണ്ട് മാറുന്നവർക്ക് സാമം മതി. നല്ല വാക്കുകൾ പറഞ്ഞ് നല്ല കുട്ടിയല്ലേ, മിടുക്കനല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി പ്രവർത്തിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ നേരെ ചൂരൽ പ്രയോഗം ആവശ്യമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും തരാം എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് മിഠായി തരാം, അത് ചെയ്യൂ, പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ വാച്ച് വാങ്ങിച്ചു തരാം, സൈക്കിൾ വാങ്ങിച്ചു തരാം, മൊബൈൽ വാങ്ങിച്ചു തരാം, കമ്പ്യൂട്ടർ വാങ്ങിച്ചു തരാം, നമ്മൾ പ്രലോഭിപ്പിക്കാറുണ്ട്. ദാനം, സാമം കഴിഞ്ഞാൽ നല്ല വാക്കുകൊണ്ട് കാര്യം സാധിച്ചാൽ അത്രയും ലാഭം. ചില കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുത്താലേ, എന്തെങ്കിലും പ്രലോഭിപ്പിച്ചാലേ അവരത് ചെയ്യുള്ളൂ. അത് ദാനം. ഭേദം എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുക, മനസ്സിലുള്ള ചിന്തകളെ ഭേദിക്കുക, സങ്കല്പത്തെ തകർക്കുക, നിശ്ചയത്തെ മാറ്റിമറിക്കുക, അതിന് ഭയപ്പെടുത്തണം. മര്യാദയ്ക്ക് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു കഴിഞ്ഞാൽ ചിലർ ചെയ്യും. അത് ഭേദം. ഇത് 3 നടക്കാത്തടത്താണ് ദണ്ഡം. ദണ്ഡം എന്നാൽ ആയുധം കൊണ്ടുള്ള ശിക്ഷ. അത് ചെറുതും വലുതുമാവാം. ചെറിയ ദണ്ഡമാവാം, മരണദണ്ഡം വരെ ആവാം. അത് ഓരോരുത്തരുടെയും സ്വഭാവത്തിനനുസരിച്ച് വേണം. ചെറിയൊരു അടി കൊണ്ട് മാറുന്നതിന് തലവെട്ടിക്കളയേണ്ട കാര്യമില്ല. പറഞ്ഞ അല്ലേ, ചെറിയൊരു ശിക്ഷ കൊണ്ട്, ഒരു നുള്ളു കൊണ്ട് കാര്യം പരിഹരിക്കാവുന്നതിന് ഒരു നുള്ളു കൊടുത്താൽ മതി. അപ്പൊ അതൊക്കെ അറിയുന്ന സർവജ്ഞനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ വിവിധ അവതാരങ്ങൾ എടുക്കുന്നു. ഓരോ ആവശ്യങ്ങൾക്ക്, കാലദേശങ്ങൾക്കനുസരിച്ച്, വ്യക്തികൾക്കനുസരിച്ച്, ആവശ്യങ്ങൾക്കനുസരിച്ച് ഭഗവാൻ പല വേഷം കെട്ടി. ചില വേഷം അപ്പം തന്നെ അഴിച്ചു വെക്കും, ചില വേഷം കുറച്ചു കാലം കൊണ്ടു നടക്കും. അങ്ങനെ രാമനും കൃഷ്ണനും ഒക്കെ ചിരകാലം ഇവിടെ ഭൂമിയിൽ ജീവിച്ച അവതാരങ്ങളാണ്. നരസിംഹമൊക്കെ ഒരു മിന്നൽ പോലെ വന്ന് കാര്യം കഴിഞ്ഞ് പോയ അവതാരമാണ്. മത്സ്യാവതാരം, കൂർമാവതാരം ഒക്കെ അതാത് ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. അപ്പൊ ഏത് ആവശ്യത്തിന് ഏത് വേഷത്തിൽ ഇറങ്ങണോ, ഏത് സൂട്ടാണോ ചേരുക, അത് ധരിക്കുന്നു ഭഗവാൻ. നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, ആഭരണങ്ങളൊക്കെ ധരിച്ച് പോകുന്നു. വല്ല മരണ വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ പോവാറുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ ഒഫീഷ്യൽ സ്യൂട്ടിലാണ് പോവുക. വല്ല സിനിമയ്ക്ക് പോകുമ്പോൾ നമ്മൾ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് പോകുമോ? അല്ലേ? ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അങ്ങനെയാണോ പോവുക? നമ്മൾ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ അങ്ങനെയാണോ ഇരിക്കുക? അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പറമ്പിൽ കിളയ്ക്കാൻ പോകുമ്പോൾ ലുങ്കിയും ഒരു തലയെക്കെട്ടുമായിട്ട് പോകും നമ്മൾ, അല്ലേ? അപ്പൊ വേഷം എന്തിന്? ആവശ്യത്തിനനുസരിച്ച്. എന്നതുപോലെ സർവജ്ഞനും സർവശക്തനായിട്ടുള്ള ഭഗവാന് ഏതാവശ്യത്തിന് ഏത് വേഷം കെട്ടണോ അത് കെട്ടാനുള്ള സാമർഥ്യവും സ്വാതന്ത്ര്യവുമുണ്ട്. അത് മൂഢന്മാരാണ് അതിനെക്കുറിച്ച് നിന്ദിക്കുക. മത്സ്യമായിട്ടോ, വരാഹമായിട്ടോ, കൂർമ്മമായിട്ടോ എന്നൊക്കെ ചോദിക്കുക. പന്നിയായിട്ട് അവതരിച്ചിരിക്കുന്നു ഭഗവാൻ എന്നൊക്കെ പറഞ്ഞ് നിന്ദിക്കുന്നത് ആ പന്നിയുടെ തത്വം അറിയാത്ത മൂഢന്മാരാണ്. ഇങ്ങനെ ഓരോ അവതാരങ്ങളെക്കുറിച്ചും വർണ്ണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ ഭാഗവതമാക്കിയിട്ടുള്ള നടത്താം. അത് നമുക്ക് ചിങ്ങമാസം നോക്കാം. അപ്പൊ ഇതാണ് ഭഗവാന്റെ അവതാരങ്ങളുടെ തത്വം. നമ്മുടെ ശരീരത്തില് രോഗം ബാധിക്കുന്നതിനനുസരിച്ചാണ് ചികിത്സ. ചെറിയ രോഗത്തിന് ചെറിയ ചികിത്സ, വലിയ രോഗത്തിന് വലിയ ചികിത്സ.
ഓപ്പറേഷൻ വേണ്ടെടുത്ത് ഓപ്പറേഷൻ. അതുപോലെ ഏത് വേഷം വേണോ, ഏത് വേഷമാണോ സൂട്ടാവുക ആ വേഷം ധരിക്കുന്നു. ഇതാണ് ഭഗവാന്റെ അവതാരം. അപ്പൊ ഇങ്ങനെയുള്ള അവതാരങ്ങളെ കൊണ്ട് ഭൂമിയെ എപ്പോഴും രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഹേ പരമേശ്വര, രക്ഷിക്കാൻ നല്ലതുപോലെ അറിയുന്നവനേ എന്നും കൂടിയാണ് പരമേശ്വര. ഈശനം ചെയ്യുന്നതിൽ വരാ, പരിപാലിക്കുന്നവരിൽ ശ്രേഷ്ഠനായിരിക്കുന്നവനെ, അങ്ങയ്ക്ക് എങ്ങനെ വേണമെങ്കിൽ രക്ഷിക്കാനുള്ള കഴിവുണ്ട്. ഏതടവിലൂടെ വേണമെങ്കിലും ഏതുപായത്തിലൂടെ വേണമെങ്കിലും രക്ഷിക്കാൻ കഴിയുന്നവനാണ് പരമേശ്വരൻ. അതുകൊണ്ട് ഭവതാപഭീതഃ അഹം ത്വയാ പരിപാല്യഃ, ഭവതാപത്താൽ ഭീതനായിരിക്കുന്ന ഞാൻ അങ്ങയാൽ പരിപാലിതനാവണം, രക്ഷിക്കപ്പെടണം. ഞാൻ എൻ്റെ രക്ഷയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, ശരണം പ്രാപിക്കുന്നു. ഇതാണ് ഈ പ്രാർത്ഥനയുടെ തത്വം. എത്ര വേണമെങ്കിൽ വിസ്തരിക്കാം, നിങ്ങൾ വിസ്തരിച്ചോളൂ. മത്സ്യാദിഭിരവതാരൈഹി അവതാരവതാവതാ സദാ വസുധാം പരമേശ്വര പരിപാല്യോ ഭവതാ ഭവതാപഭീതോഹം. ഹരി ഓം. നാളെ തുടരാം. നാളെ തീരുവോ നോക്കാം. അപ്പൊ കർക്കിടക മാസം നമുക്ക് പുതിയ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഹരി ഓം നാരായണ. എല്ലാവർക്കും ശുഭദിനാശംസകൾ. 10:30 മണിക്ക് ശിവഭുജംഗ പ്രയാതം കാണാം. നാരായണ.